أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما أنا സഹോദരി മാരെ ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനിയാണ് ഖുത്ബ ഓതിയത്. അദ്ദേഹം ചർച്ചക്കെടുത്ത വിഷയം നമ്മുടെ അനിഷേധ്യ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബഹുമതിയും ബഹുമാനവും അള്ളാഹു വരെ പുകഴ്ത്തിയ വാഴ്ത്തിയ വിശുദ്ധ ഫുർഖാൻ അളീമിലുള്ളതായ ഭാഗങ്ങളും അപ്രകാരം തന്നെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്താനും വാഴ്ത്താനും വേണ്ടി മറ്റു നബിമാരെക്കാളും കൂടുതൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളോട് കൽപ്പിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചെല്ലുക എന്ന ആ മഹാപ്രാർത്ഥനയുടെ പ്രത്യേകതയും ഒക്കെയായിരുന്നു ചർച്ചക്കെടുത്തിരുന്നത്. സാന്ദർഭോചിതമായി ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും അറിഞ്ഞിട്ടോ അറിയാതെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അവരുടെ ഭാര്യമാരെക്കുറിച്ചും മറ്റുമെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നതായ യുഗത്തിലാണല്ലോ നാം. അത് കാരണത്താൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ മുസ്ലിങ്ങൾ, അവരുടെ പിന്നിലാണ് നിരന്നവരായ ഉമ്മത്തുകൾ, അവരുടെ മുത്തബിഈങ്ങളായ സജ്ജനങ്ങൾ, അവരോടുള്ളതായ നുസ്രത്ത്, അതാ റസൂലുള്ളാഹിക്ക് വേണ്ടി വാദിക്കുക എന്നതാണല്ലോ. റസൂലുള്ളാഹിയുടെ ബഹുമതിക്കും ബഹുമാനത്തിനെയും സ്ഥാപിക്കാൻ വേണ്ടിയും അവർക്ക് ഒരു നിലക്കും ഒരു കുറവോ ഒരു വീഴ്ചയോ ആരും എവിടെയും പ്രചരിപ്പിക്കാനോ പറയാനോ അനുവദിക്കരുത്. അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം അത്രയും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തിയതായ ഒരു മഹാ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നൊക്കെയാണല്ലോ മുസ്ലിങ്ങൾ കൊട്ടിഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ കൊട്ടിഘോഷിക്കുന്നതായ ആ വാദം സ്ഥിരീകരിക്കാൻ ഉത്തമമായ രീതിയാണ് ഇന്ന് മക്ക ഇമാമ് തുടർന്ന് പറഞ്ഞത്. ഏറ്റവും ഉത്തമമായ രീതി മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ ഉമ്മത്തുകളായി അവരോടുള്ള ഇത്തിബാ, പിന്തുടർച്ച കൈകൊള്ളുക എന്നതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട മാതൃകയുണ്ട് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ മുസ്ലിങ്ങൾ പകർത്തുക എന്നതാണ്. മുസ്ലിങ്ങൾ എത്ര കണ്ട് ലോകത്തിലുള്ളതായ വലിയ ശതമാനമാകുന്ന ഈ മുസ്ലിം ലോകം അവരുടെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക ജീവിതത്തിലും ജീവിതത്തിലെ എല്ലാ തുറകളിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരിപൂർണ പിന്തുടർച്ച കൈകൊണ്ടിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിക്കാൻ മുതിരുന്നതല്ല. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ജീവിത രീതി ലോകം കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ അത്രയും മഹത്വവും ബഹുമതിയും ബഹുമാനവും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്കും മുസ്ലിങ്ങൾ എത്താൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള പിന്തുടർച്ചയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് മനസ്സിലാക്കാൻ അതിന്റെ പിന്നിലാണ് നടക്കുന്നില്ലെങ്കിലും അതിനെ ആക്ഷേപിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നേനെ. അതുകൊണ്ട് മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ പിന്തുടർച്ച പരിപൂർണമായ രൂപത്തിലായി മാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിക്കുവാനോ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ അവരുടെ സിഫത്തിനെ കുറിച്ചോ അവരുടെ ഭാര്യമാരെക്കുറിച്ചോ തെറി പറയുവാനോ ആരും ഒരുങ്ങുന്നതല്ല എന്ന ശൈലിയാണ് ഇന്ന് മക്ക ഇമാമ് ഉണർത്തിയത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. കാരണം നമ്മളിൽ ധാരാളം വീഴ്ചയുണ്ട്. മുസ്ലിം ലോകം ആ സകലം റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്നു, റസൂലുള്ളാഹിനോടുള്ളതായ സ്നേഹം പറയുന്നു, അതൊക്കെ കൊട്ടിഘോഷിക്കുന്നു എന്നത് മാത്രമാണ് പലരും. ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ പിന്തുടർച്ചയിൽ നാം പലരും പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ആ പിന്തുടർച്ച പരിപൂർണമായി ലോകമാസകലം കൈകൊള്ളുകയാണെങ്കിൽ ലോകത്തിന് ആസകലം അത് പാഠമായിരുന്നേനെ, അവർക്ക് അതിൽ മാതൃക ലഭിക്കാമായിരുന്നേനെ, അവർക്ക് അതിലൂടെ സന്മാർഗത്തിലേക്ക് വരാനുള്ളതായ ഒരു വഴിയായി മാറിയിരുന്നേനെ. നാം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. നാം നമ്മുടെ ദൂതർക്ക് മാതൃകയായി ജീവിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി നാം മാതൃകയായി മാറുന്നു എന്ന അർത്ഥത്തിലേക്ക് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ബഹുമാനിച്ച ആ ബഹുമാനം തന്നെ മതി നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത പറയാൻ. കാരണം മറ്റു നബിമാർക്ക് ആർക്കും നൽകാത്തതായ ഒരു മഹാപ്രത്യേകതയാണ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും മരണപ്പെട്ട ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളായ മുസ്ലിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിനെ ആസ്പദമാക്കിയിട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ റസൂലുള്ളാഹിയുടെ ആ മഹാബഹുമതിയും ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അത് വെറും സലാത്ത് മാത്രം നാം ചിന്തിച്ചാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബഹുമതിയും ബഹുമാനവും മനസ്സിലാക്കാൻ മറ്റു നബിമാർക്ക് ആർക്കും അല്ലാഹു നൽകാത്തതായ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഉമ്മത്തുകളോട് പ്രാർത്ഥിക്കാൻ, സലാത്ത് ചെല്ലാൻ, അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ. അള്ളാഹു പറഞ്ഞ ശൈലി തന്നെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചൊല്ലുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു സലാത്ത് ചെല്ലുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നതാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ സലാത്ത് അത് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ ഗ്രേഡ്, അള്ളാഹു അവർക്ക് നൽകുന്നതായ ഗ്രേഡ് അത് ഉയർത്തലുമാണ് എന്ന് നമുക്കറിയാം. അതേസമയത്ത് മലക്കുകളുടെ സലാത്ത് അത് മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക എന്നതാണ്. എന്നാൽ നാം സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, അവരോടുള്ളതായ പിന്തുടർച്ച കൈകൊണ്ട് അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരെ വണ്ണിക്കുക എന്നീ ആ മഹാ സ്റ്റാൻഡേർഡിലേക്ക് എത്താനുള്ളതായ പ്രത്യേകത നമുക്ക് ലഭിക്കുന്നു. നബിക്ക് സലാത്ത് ചെല്ലുമ്പോൾ, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം സ്മരിക്കൽ മാത്രമല്ല വരുന്നത്, അവർക്ക് പ്രാർത്ഥിക്കൽ മാത്രമല്ല വരുന്നത്, മറിച്ച് ആ നബിയുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതുകൂടി അത് ഓതുന്നു എന്നാണ് ഇന്ന് മക്ക ഇമാം പ്രത്യേകം ഊന്നി പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ ആ താഅത്ത്, ആ പിന്തുടർച്ചയെ കുറിച്ച് അള്ളാഹ് തന്നെ പറയുന്ന ശൈലി എന്താണ്? ഇൻ തുതീഉഹു തഹ്തദു. നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്തദു, നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു നമുക്കുള്ളതായ സന്മാർഗത്തെ ഘടിപ്പിച്ചത് റസൂലിനോടുള്ളതായ പിന്തുടർച്ചയുമായിട്ടാണ്. അഥവാ റസൂലുള്ളാഹിനെ അനുസരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഹിദായത്ത് ലഭിക്കുക എന്ന രൂപമാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത്. മറ്റൊരിടത്ത് പറയുകയുണ്ടായി അത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അടിമപ്പെട്ടവരായി മാറണമെങ്കിൽ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളിൽ ചൊരിയണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ പോരാ, റസൂലിനെയും അനുസരിക്കണമെന്നതായ ആയത്തും ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്താക്കി ഇറക്കിയത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ ആ മഹബ്ബത്ത് അത് നാവിലൂടെ മാത്രമല്ല, മറിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ഇത്തിബാഇലൂടെയാണ്, പിന്തുടർച്ചയിലൂടെയാണ് മുസ്ലിങ്ങൾ സ്ഥാപിക്കേണ്ടത് ലോകത്തിന്റെ മുമ്പിൽ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അളീമിലൂടെ നമ്മോട് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുകയുണ്ടായി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ ദൂതരെയും നിങ്ങൾ അനുസരിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളിൽ നിന്നുള്ളതായ നിങ്ങളുടെ നേതൃത്വങ്ങളെയും നിങ്ങൾ അനുസരിക്കുക. ഈ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞതായ ഭാഗം, ഇതുപോലെയുള്ള ആയത്തുകൾ ഏകദേശം ഇത്തിബാനെ കുറിച്ചുള്ള ആയത്തുകൾ 70ഓളം പ്രാവശ്യം ഖുർആനിൽ അള്ളാഹു പല ശൈലിയിൽ, പല രൂപത്തിൽ അള്ളാഹു മടക്കി പറയുന്നതായിട്ട് കാണാം. അതെല്ലാം നമുക്ക് പാഠമാണ്. ആ ഖുർആനിനെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയവരാവണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്തുടർച്ച കൈകൊള്ളണം. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ഖുർആനിനെ നടപ്പാക്കി
അങ്ങനെ നടപ്പാക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ നമസ്കരിച്ചു അങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് പിടിച്ചു അങ്ങനെ നോമ്പ് പിടിക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്തു അങ്ങനെ ഹജ്ജ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ എന്നെ കണ്ടുവോ അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പറയാൻ കാരണം പരിപൂർണ താഅത്ത് റസൂലുള്ളാഹിയോടുള്ളതായ അനുസരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കലിലൂടെയാണ് എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഹജ്ജ് സീസണിലാണല്ലോ നാം. നമ്മുടെ ശബ്ദം ആജിമാര് കേൾക്കുന്നുണ്ടെങ്കിൽ ആജിമാര് മനസ്സിലാക്കേണ്ട ഭാഗമാണ്, അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഇടം മുതൽ സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായ കാര്യമാണ് ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, അടുത്ത വർഷം നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്റെ ഹജ്ജിനെ പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇനി ഹജ്ജ് ചെയ്തു തരാൻ, ഹജ്ജ് പഠിപ്പിച്ചു തരാൻ വേറൊരു ദൂതർ നിങ്ങളുടെ മുമ്പിൽ വരാനില്ല, ഞാൻ അവസാനത്തെ ദൂതരാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഹജ്ജ് ഇത് എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇസ്ലാമിന്റെ ഹജ്ജാണ്. ഇത് നിങ്ങൾ പഠിക്കണം, ശരിക്ക് ഗ്രഹിക്കണം, ശരിക്ക് മനസ്സിലാക്കണം, അതുപോലെ ചെയ്യണം എന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പഠിപ്പിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് പാഠമാണ്. നാം ലോകത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹിനെ ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ അത് പത്രത്തിലൂടെയാവട്ടെ മറ്റു വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെയാവട്ടെ ഏത് രൂപത്തിൽ ആര് എവിടെ ആക്ഷേപിച്ചാൽ നാം ആദ്യമായി ചിന്തിക്കേണ്ടത് നാം എത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ോട് ബന്ധമുണ്ടാക്കിയെടുത്തു, അവരോടുള്ളതായ സ്നേഹം നാം പ്രവർത്തനത്തിലൂടെ സ്ഥാപിച്ചു, അവരോടുള്ളതായ പിന്തുടർച്ച നമ്മളിൽ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് നാം യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. അതിൽ എത്രമാത്രം നാം വീഴ്ച വരുത്തുന്നു അത്രമാത്രം നമ്മെ ഉണർത്താൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ പല സംഭവ വികാസങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണമായിരിക്കാം. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ കടപ്പാട് അത് വെറും നബിയോടുള്ളതായ മഹബത്ത് പറയൽ കൊണ്ട് മാത്രമല്ല, ആ മഹബത്തിന്റെ പേരിൽ ഇസ്ലാമിലുള്ളതോ ഇല്ലാത്തതോ ആയ ആചാരങ്ങൾ ചെയ്തു കൂട്ടലുകൊണ്ടുമല്ല, മറിച്ച് ആ അല്ലാഹുവിന്റെ റസൂലിനോടുള്ളതായ മഹബത്ത് അത് എന്തിലൂടെയാണ്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ അവരോട് കൽപ്പിക്കൂ ദൂതരെ, നിങ്ങൾ എന്നെ അനുസരിക്കുക. അല്ലാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ തന്നെ അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളണമെന്ന് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ മഹബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ച കൈക്കൊള്ളാതെ എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ ആ പിന്തുടർച്ച കൈക്കൊള്ളുന്നതിൽ വീഴ്ച എത്ര കണ്ട് വരുത്തുന്നു അത്ര കണ്ട് നമുക്ക് പരീക്ഷണം ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിലേക്ക്, നമ്മൾ സ്റ്റാൻഡേർഡ് കുറയുന്നു എന്ന അർത്ഥത്തിലേക്ക്, നമുക്ക് ഉയരാൻ സാധിക്കുന്നതല്ല, നമ്മെ നിന്യപ്പെടുത്താനും നമ്മെ നികൃഷ്ടരാക്കുവാനും വേണ്ടി പലരും തുനിയുന്നതായിരിക്കും. നാം നിൽക്കേണ്ടടുത്ത് നിൽക്കാതിരിക്കുമ്പോൾ അഥവാ റസൂലുള്ളാഹിയോടുള്ളതായ ആ യഥാർത്ഥ മഹബത്ത് അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ അനുസരണത്തിലൂടെയാണ് ആ മഹബത്ത് സ്ഥാപിക്കേണ്ടത് എന്നർത്ഥം. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറയാൻ കാരണം, ആരെങ്കിലും റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അനുസരിച്ചത് അല്ലാഹുവിനെയാണ്. അപ്പോൾ അല്ലാഹുവിനെ അനുസരിച്ച ആളായി മാറണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം എന്ന ഈ ആയത്തുകളെല്ലാം പഠിപ്പിക്കുന്നത് ഹദീസ് നിഷേധികളായ ഖുർആൻ നിഷേധികൾ പറയാറുള്ളത് പോലെ ഖുർആൻ മാത്രം മതി എന്ന് പറയാറുണ്ട്. ഖുർആൻ മാത്രം മതി എന്നത് നാമും പറയുന്നതാണ്. പക്ഷേ ഏതർത്ഥത്തിലേക്കാണ്? ആ ഖുർആൻ അല്ലാഹു പറഞ്ഞതായ 70ഓളം ആയത്തുകൾ ഉണ്ടല്ലോ, റസൂലിനെ അനുസരിക്കലോടുകൂടെയുള്ളതായ ഖുർആൻ, റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരക്കലോടുകൂടെയുള്ളതായ ഖുർആൻ, റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കലിലൂടെ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്നതായ ശൈലി, അതാണ് നാം അംഗീകരിക്കുന്നതായ ഖുർആൻ മതി എന്നതായ തത്വം. എന്നല്ലാതെ അവർ പറയും പോലെ ഖുർആനിലുള്ളത് മാത്രം മതി എന്ന് പറയുമ്പോൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായ 70ഓളം റസൂലുള്ളാഹിന്റെ പിന്തുടർച്ച കൈക്കൊള്ളണമെന്നും അവരുടെ ബേക്കിൽ അണിനിരക്കണമെന്നും അല്ലാഹു സ്ഥാപിക്കുന്ന കൽപ്പിക്കുന്നതായ ആ കൽപ്പനകൾ ഒഴിവാക്കിയിട്ടുള്ളതായ പിന്തുടർച്ച അത് റിദ്ദത്താണ്, അത് അനിസ്ലാമികത്വമാണ്, അത് ഖുർആനിന്റെ ശത്രുക്കൾ ചെയ്യുന്നതാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ തത്വങ്ങൾക്ക് ഘടക വിപരീതമാണ്. അല്ലാഹു ഈ ഖുർആനിനെ, ഈ ഇസ്ലാമിനെ, ഈ മതത്തെ 23 കൊല്ലത്തിലൂടെയാണ് പരിപൂർണമാക്കിയത്. അങ്ങനെ 23 കൊല്ലം റസൂലുള്ളാഹി
റസൂലുള്ളാഹിന്റെ ജീവിതം, ആ നുബുവത്ത് ജീവിതം അവസാനിച്ച സന്ദർഭത്തിലാണ് അല്ലാഹു ഖുർആനിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആ ആയത്ത് അല്ലാഹു സൂറത്തുൽ മാഇദയിലൂടെ ഇറക്കിയത്. എപ്പോഴാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ നടക്കുന്നതായ ആ അവസാനത്തെയും ആദ്യത്തേതുമായതായ ഇസ്ലാമിക ഹജ്ജത്തുൽ വദാ നടത്താൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അറഫയിൽ വെച്ചിട്ട് ഇറങ്ങിയതായ ആയത്താണ്. അതെന്താണ് നമുക്ക് പാഠം പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിപൂർണ ജീവിതം, 23 കൊല്ലത്തിലൂടെയുള്ള ജീവിതം, അതിലേക്കാണ് അള്ളാഹു സൂചന നൽകിയത്. നമ്മുടെ മതം പൂർത്തിയായി. അള്ളാന്റെ മതം അള്ളാന്റെ ഖുർആനിലൂടെ, അതിന്റെ വിശദാംശമായ റസൂലുള്ളാഹിന്റെ പ്രവചനത്തിലൂടെ, അപ്രകാരം അതിന്റെ വിശദാംശമാകുന്ന 23 കൊല്ലത്തിലൂടെയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ നടപ്പാക്കി കാണിച്ചു തന്ന ശൈലിയിലൂടെയാണ് പൂർത്തിയായത്. ആ രൂപമാണ് നാം കൈക്കൊള്ളേണ്ടത്. അപ്പോഴാണ് ഇസ്ലാം പറഞ്ഞതായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ഒരാൾ അംഗീകരിച്ചാൽ അദ്ദേഹത്തിൽ നിന്നിട്ട് നാം സ്വീകരിക്കുന്നത് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഇസ്ലാമാകുന്ന മതത്തെയാണ് പ്രീതിപ്പെട്ട് തന്നതായ മതം എന്ന് അള്ളാഹു പറഞ്ഞതായ ആ ശൈലി നാം ജീവിതത്തിൽ പകർത്തിയാളായി മാറുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ ആ പ്രധാന പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചെലുത്താൻ വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മക്ക ഇമാം പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിലും മക്ക ഇമാം പറഞ്ഞതായ പ്രധാനപ്പെട്ട ഭാഗം ലോകത്തിൽ പലയിടങ്ങളിലും റസൂലുള്ളാഹിയെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ പലരും ആദരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി വാദിക്കണം, റസൂലുള്ളാഹിക്ക് വേണ്ടി നാം സത്യത്തിനെ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകത സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി പാടുപെടണം എന്നൊക്കെ പലർക്കും പരിശ്രമമുണ്ട്. ആ പരിശ്രമം ശരിക്ക് വിജയിക്കണമെങ്കിൽ മക്ക ഇമാമിന്റെ ഖുതുബ ഇന്ന് ലോക മുസ്ലിങ്ങളോടും മറ്റുള്ളവരോടും ആഹ്വാനം ചെയ്തത് അത് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ബേക്കിൽ അണിനിരക്കലിലൂടെയാണ്. അപ്രകാരം രണ്ടാമതായിട്ട് മക്ക ഇമാം ഉണർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ ശരിക്ക് ആധികാരികതയോടുകൂടി ഖുർആനിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയും പഠിച്ചിട്ട് ആ സീറ റസൂലുള്ളാഹിയുടെ ജീവിതം, വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറകൾ അത് മുഴുവനും എവിടെയുണ്ട്? ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ സുന്നത്തിലുണ്ട്. ആ സുന്നത്തിലും ഖുർആനിലും ഉള്ളതായ ആ ഭാഗങ്ങളെ ശരിക്ക് പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുക. അതാണ് റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള വാദിക്കൽ, റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള സഹായം. റസൂലുള്ളാഹിക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഹിസ്റ്ററി പഠിക്കേണ്ടതുപോലെ സ്വയം പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും റസൂലുള്ളാഹിയുടെ ആ സുന്ദരമായ ആ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതായ ആ മഹാജീവിതം ഒരാള് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറ്റിദ്ധരിക്കുവാനോ ആക്ഷേപിക്കുവാനോ ശകാരിക്കുവാനോ ചീത്ത പറയുവാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ട് സംസാരിക്കുവാനോ തുനിയുന്നതേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ റസൂലുള്ളാഹിയുടെ സീറയെ പഠിക്കേണ്ടതുപോലെ പഠിക്കുക, എന്നല്ലാതെ കെട്ടുകഥകളോ തോന്നിവാസങ്ങളോ അറിയുന്ന ഭാഷയിലോ അറിയാത്ത ഭാഷയിലോ ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ഭക്ഷണം നിന്ന് വിട്ടുപിരിഞ്ഞു പോക്കലല്ല. അതാണ് ഇപ്പോൾ കാട്ടുന്നത്. പലരും ബഹുഭൂരിപക്ഷം ലോകത്തിൽ റസൂലുള്ളാഹിയുടെ സ്നേഹം പറയുന്നവര് പലതും പാടും, പലതും ചെല്ലും, പലതും ഓതും, എന്നിട്ട് ഭക്ഷണം തിന്ന് അത് വിതരണം ചെയ്ത് വിട്ടുപിരിയും എന്നല്ലാതെ റസൂലുള്ളാഹിയുമായുള്ള ബന്ധം അവരുടെ ഹിസ്റ്ററി പഠിക്കലിലൂടെ, അവരുടെ ജീവിതം പഠിക്കലിലൂടെ, അവരുടെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക ജീവിതം, അവരുടെ രാഷ്ട്രീയ ജീവിതം, അവർ ചെയ്തതായ പോരാട്ടങ്ങൾ, അവർ ചെയ്തതായ മദീനയിൽ ജീവിച്ച കാലഘട്ടങ്ങൾ ചെയ്തതായ സേവനങ്ങൾ, അതെല്ലാം മറന്നുകൊണ്ട്, അതെല്ലാം ജീവിതത്തിൽ പകർത്താതെ, അത് പഠിക്കേണ്ടതുപോലെ പഠിക്കാതെ മറ്റു ഇസ്ലാമിലേക്ക് ഇല്ലാത്തതായ കരിഞ്ചന്തകളും മറ്റും പലരും ഉണ്ടാക്കിയതിനെ പേറിപ്പാടി നടന്നിട്ട് റസൂലുള്ളാഹിനോടുള്ളതായ മഹബത്ത് വാദിക്കുന്നതായ വിഭാഗത്തിനോട് ഇന്ന് മക്ക ഇമാമ് പറയുകയാണ്, അതല്ല വേണ്ടത്. റസൂലുള്ളാഹിയുടെ ഹിസ്റ്ററി നാം പഠിക്കേണ്ടതുപോലെ അതിന്റെ മസാദറുകൾ നിന്നിട്ട് അതിന്റെ ഒറിജിനൽ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് വിവരിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മുസ്ലിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ ചെയ്യാനുള്ളത് എന്ന് രണ്ടാമതായിട്ട് ഇന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ലോകത്തിന് ആർക്കും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാബിനെ, അവരുടെ ആ ജനാബിനെ ആക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ താഴ്ത്തി പറയുവാനോ ഒരിക്കലും തുനിയുന്നതല്ല. മുസ്ലിങ്ങൾ നിൽക്കേണ്ടടുത്ത് നിന്നാൽ, മുസ്ലിങ്ങൾ റസൂലുള്ളാഹിനോടുള്ള പിന്തുടർച്ചയിൽ വീഴ്ച വരുത്താതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ കഫൈനാകൽ മുസ്തഹസിഈൻ, നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ പരിഹസിക്കുന്നവരുടെ പരിഹാസത്തെ തൊട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും
ഞാൻ നിങ്ങളെ ആദരിക്കുക തന്നെ ചെയ്യും, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുക തന്നെ ചെയ്യും, ഞാൻ നിങ്ങൾക്കുള്ളതായ സ്റ്റാൻഡേർഡ് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ ഞാൻ പൊക്കിയിട്ടുണ്ട്, വാഴ്ത്തിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് ലോക മുസ്ലിങ്ങളോടും ലോക മുസ്ലിം രാഷ്ട്രത്തോടും എല്ലാം ഇന്ന് മക്ക ഇമാമ് ആഹ്വാനിക്കുകയുണ്ടായി. ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലുമായുള്ളതായ ആ കടപ്പാട് ശരിക്ക് സ്ഥാപിക്കാൻ വേണ്ടി അവരോടുള്ളതായ പിന്തുടർച്ച ജീവിതത്തിൽ ഉൾക്കൊള്ളുക. എന്നിട്ട് ആ പിന്തുടർച്ച ഉൾക്കൊണ്ടതിന്റെ ശേഷം അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടിയിട്ട് വരുന്നതായ തെറ്റിദ്ധാരണകളെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്, നീക്കിവെക്കാൻ വേണ്ടിയിട്ട് പാടുപെടുക. അത് മുസ്ലിം ലോകത്തിന്റെ, മുസ്ലിം രാഷ്ട്രങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് ഖുതുബയുടെ അവസാനത്തിൽ പറയുകയും, അദ്ദേഹം ലോക മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ അവർ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കണം, അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശത്തിൽ വീഴ്ച വരുത്തരുത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ സ്നേഹം സ്ഥാപിക്കേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് പോലെ റസൂൽ ആരാധിച്ചതുപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ അവകാശത്തിൽ വീഴ്ച വരുത്താതെ ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന്റെ റസൂല് മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ മുമ്പിലാണ് സമർപ്പിച്ചിട്ട് കാണിച്ചു തന്നത്. ഇന്ന സലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചത്. ആ കൽപ്പിച്ച കൽപ്പന അതാണ് തൗഹീദ്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ, സലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അതിൽപ്പെട്ടതാണ് നമസ്കാരം. വനുസുകി നമ്മുടെ നേർച്ച വഴിപാടുകളും അറിവുകളും, വമഹയായ നമ്മുടെ ജീവിത മാസകലം, വമമാതി നമ്മുടെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതാണ്. ലാ ശരീക ലഹു അതിലാരെയും പങ്കു ചേർക്കാൻ പാടില്ല. അവിടെ മാത്രം എന്ന പദം എവിടുന്ന് കിട്ടി? ലാ ശരീക ലഹു എന്ന പദത്തിൽ നിന്നിട്ട് കിട്ടി. അതിൽ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല, ആരോടും വിളിച്ച് പ്രാർത്ഥിക്കലില്ല, ആരോടും സഹായം തേടലില്ല. അള്ളാഹു മാത്രം ചെയ്യുന്ന സഹായം അത് അള്ളാഹുനോടല്ലാതെ ചെയ്യാൻ പാടുള്ളതല്ല, തേടാൻ പാടുള്ളതല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിന്റെ മജ്ജ. ആ ദുആ, ആ പ്രാർത്ഥന അള്ളാഹുനോട് മാത്രമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകം ഞെട്ടും, ലോകം ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പരിശ്രമിക്കും, ലോകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരെ പിന്തുടരാനും അവരെ അനുഗമിക്കാനും അവരെ അനുസരിക്കാനും അവർ പറയുന്നത് സത്യമാണോ അല്ലേ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും പഠിക്കാനും തുനിയും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം നിൽക്കേണ്ടടുത്ത് നിൽക്കുക, മുസ്ലിങ്ങൾ അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്നതായിരുന്നു ഇന്ന് വളരെ ഷോർട്ടായ രൂപത്തിൽ മക്ക ഇമാമ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനി സംസാരിച്ച വേളയിൽ സൂചിപ്പിച്ചത്. ഇന്ന് മദീനയിൽ ഡോക്ടർ സലാഹ് അൽ ബുദൈർ എന്ന ആ പണ്ഡിതനായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം സംസാരിച്ച വിഷയം അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉലൂൽ ഹിമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ അസ്സഈഉൽ മആലി എന്നും പറയാം. ഞാൻ ഈ തലക്കെട്ടിൽ പലപ്പോഴും സംസാരിച്ചതായിട്ട് അബൂദർ പള്ളിയിൽ നിന്നിട്ടും ദാറുൽ ഹുദ ഹാളിൽ നിന്നിട്ടും പലയിടങ്ങളിൽ നിന്നിട്ടും സംസാരിച്ചതായിട്ട് ഓർക്കുന്നു. അത് ഞാൻ എന്തിനു പറയുന്നു? ആ പേരിൽ യൂട്യൂബിലും മറ്റും എന്റെ സംസാരം കേൾക്കാൻ സാധിക്കുന്നതാണ്. കേട്ട് പരിചയമുള്ള വിഷയമായിരിക്കാം എന്റെ സംസാരം കേൾക്കാറുള്ളതായ സഹോദരന്മാർക്ക്. എന്നാൽ ഉലൂൽ ഹിമ്മ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളതായ ഹിമ്മത്ത് നമുക്കുണ്ടാവണം. ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ എന്ന് നാം ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ. പുരുഷന്മാരുടെ കരുത്ത് പർവ്വതത്തെ തകർത്താൻ മാത്രം മതി എന്ന്. ഇങ്ങനെയുള്ള കരുത്ത് നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ കൂടെ എത്രമാത്രം ഈമാനിക ആവേശവും ഉന്മേഷവും കരുത്തും ഉണ്ടാകുന്നു, അത്രമാത്രം നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ, നമുക്ക് ഈമാനിലൂടെ ആസ്വദിക്കാൻ, നമുക്ക് ഈ ജീവിതത്തിൽ വിജയം കൈവരുത്താൻ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഹിമ്മത്ത് എത്ര കുറയുന്നു അത്ര കണ്ട് നമുക്ക് ഈമാനിന് ശേഷി കുറയുന്നു. ഈമാനിന് എത്ര ശേഷി കുറയുന്നു അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സആദത്തിനോട് വിടവാങ്ങേണ്ടി വരുന്നു. വിജയകരമായ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. ഹിമ്മത്തില്ലാതെ വരുമ്പോൾ ഈമാൻ കുറയുന്നു. ഈമാൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് മാനസിക രോഗം പോലോത്ത അല്ലെങ്കിൽ മറ്റു പല ചിന്തകളും സമാധാനവും ശാന്തിയുമില്ലാത്ത രൂപത്തിലുള്ളതായ ആ ശൈലി ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിൽ നിന്നിട്ട് വിടവാങ്ങാൻ അല്ലദീന ആമനു അല്ലാഹു ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികൾ വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാ അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് അവർക്ക് ഹൃദയത്തിന് ശാന്തിയും സമാധാനം ഉണ്ടാവുക. അലാ അറിയണം ലോകമേ, ബിദിക്രില്ലാഹി അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുക.
അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്. വിശ്വസിക്കുകയും സത്യവിശ്വാസികളാവുകയും അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കാണ് വിജയം, അവർക്കാണ് തൂബ എന്ന സ്വർഗം, അവർക്കാണ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്വർഗീയ ജീവിതം ജീവിക്കാൻ, ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മാനസിക പ്രയാസമില്ലാതെ ജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. എന്തുകൊണ്ട്? എന്ത് അപകടം വന്നാൽ ആ അപകടം വരുമ്പോഴെല്ലാം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കൽപ്പന പോലെ, അള്ളാഹുവിന്റെ വിധി പോലെ വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് വിധിച്ചു അതേ ഇവിടെ നടക്കുകയുള്ളൂ, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് അള്ളാഹുലേക്കുള്ള തവക്കുലും അള്ളാഹുലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ എനിക്ക് വെപ്രാളമില്ല, അതിൽ എതിർപ്പില്ല, അതിൽ എനിക്ക് പ്രയാസമില്ല എന്നീ ചിന്തയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഹിമ്മത്തുണ്ടായി കഴിഞ്ഞാൽ, നല്ല ഹിമ്മത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുന്ദരമായ ജീവിതം ജീവിച്ചെടുക്കാൻ സാധിക്കും. എന്ന് കവി പാടിയത് വളരെ യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ നഫ്സ് ഉയർന്ന സ്റ്റാൻഡേർഡ് നഫ്സാണെങ്കിൽ അവന്റെ ശരീരത്തിന് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും. അഥവാ ഒരാള് ഹിമ്മത്തുള്ള മനുഷ്യനാകുമ്പോൾ രാത്രി നിന്ന് നമസ്കരിക്കും. ഒരാൾ ഹിമ്മത്തുള്ള മനുഷ്യനായി കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ വിജ്ഞാനം നേടിയെടുക്കാൻ പരിശ്രമിക്കും, കൂടുതൽ ഖുർആൻ ഓതാൻ പരിശ്രമിക്കും, കൂടുതൽ ഖുർആൻ മനഃപ്പാടമിടാൻ പരിശ്രമിക്കും, കൂടുതൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ, ജനങ്ങൾക്ക് സതുപദേശം ചെയ്യാൻ, ജനങ്ങൾക്ക് ദഅവത്ത് നടത്താൻ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ മനക്കെടും. ഇങ്ങനെ മനക്കെടുമ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭൗതികമായ ശരീരത്തിന് പ്രയാസമുണ്ടാവും, ആയിക്കോട്ടെ. ഭൗതികമായ ശരീരത്തിന് അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെ അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ ഹിമ്മത്തിന്റെ കടുപ്പം കൊണ്ട്, ഹിമ്മത്ത് ഉയർന്ന ആളായതുകൊണ്ട് ശരീരത്തിന് പ്രയാസം വരുമെങ്കിലും അതേസമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്നുകൊണ്ടേ ഇരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതാണ് സലഫ് സാലിഹികൾ നാം കണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സലഫ് സാലിഹികളുടെ കൂട്ടത്തിൽ ധാരാളം പേരെക്കുറിച്ച് നമുക്ക് ഉദാഹരണമായിട്ട് മദീന ഇമാം പറഞ്ഞതുപോലെ എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. ഇത്തരം വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിമ്മത്തിൽപ്പെട്ടതാണ് അവർ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ കൂടപ്പറപ്പായിട്ട് ജീവിക്കും. അതുകൊണ്ട് തന്നെ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം സാധാരണ നാം കേൾക്കാറുണ്ട്, അബൂബക്കറും ഉമറും റസൂലുള്ളാഹിനോടുകൂടി കടന്നു, അബൂബക്കറും ഉമറും റസൂലുള്ളാഹിനോട് കൂടി പുറപ്പെട്ടു. അപ്പോൾ കൂടെ തന്നെ എപ്പോഴും രണ്ടുപേരും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വരാൻ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസിയെ പകരമായിട്ട് അയക്കും. എന്തിനാണ്? എന്തു നഷ്ടപ്പെട്ടു പോകരുത്. റസൂലുള്ളാഹിന്റെ സുന്ദരമായ ആ മുത്തുപോലോത്തതായ അവരുടെ സുന്ദരമായ വായിൽ നിന്നിട്ട് പുറപ്പെടുന്നതായ ഇൽമ് അത് കേൾക്കാൻ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഞാനില്ലാത്ത സമയത്ത് എനിക്ക് പകരം ഒരാളുണ്ടാവണമെന്ന നിർബന്ധം. അതാണ് ഉലുവുൽ ഹിമ്മ. എന്ത് നല്ല കരുത്ത്, ആരെങ്കിലും എനിക്ക് പകരം അവിടെ ഉണ്ടാവണം, അവിടെ സംഭവിക്കുന്ന സംഭവവികാസം എന്താണെന്ന് അറിയണം, അതെനിക്ക് കൊണ്ടുതരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു സഹാബിയെ ഏൽപ്പിച്ചിരുന്നു അവരുടെ അയൽവാസിയായ എന്നത് മഹാനായ ഉമർ ഖത്താബിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എവിടെയെങ്കിലും ഒരു ഹദീസ് അവരുടെ ഇൽമിൽ പെടാത്ത, അവർ കേൾക്കാത്ത ഒരു ഹദീസ് റസൂലുള്ളാഹിയിൽ നിന്നിട്ട് ഒരാൾക്ക് അറിയുമെന്ന് വിവരം കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻപാകത്ത് പോയിട്ട് കിടക്കലാണ്. ആര്? ഇബ്നു അബ്ബാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ കല്ല് തലയാടിയായിട്ട് കിടക്കലാണ്. എന്തിനാണ്? വീട്ടുകാരൻ പുറത്തു വരാൻ വേണ്ടി. വീട്ടുകാരൻ പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അളാപ്പയുടെ മകനെ, എന്താണ് ഇവിടെ കിടക്കുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറയും, നിങ്ങളൊരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടു, ആ ഹദീസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇളയപ്പയുടെ മകനായ മഹാനായ ഇബ്നു അബ്ബാസിനോട് പറയുകയാണ്, നിങ്ങൾ വീട്ടിലിരുന്നാൽ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അവിടെ വന്നിരുന്നേനെ, എന്നോട് ആവശ്യപ്പെട്ടാൽ മതിയല്ലോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നേനെ, നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്രയും ആവേശവും ഉന്മേഷവുമായിരുന്നു ഇൽമു പഠിക്കാൻ ആർക്ക്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായത്. എത്രയോ ദൂരെ അവര്, നമ്മുടെ നേതാക്കൾ യാത്ര പുറപ്പെടാറുണ്ടായിരുന്നു, യാത്ര ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാം മദ്ഹബിന്റെ ഇമാമികളായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നീ മഹാത്മാക്കളൊക്കെ ഇറാഖിൽ നിന്നിട്ടും ഷാമിൽ നിന്നിട്ടും മക്കയിൽ നിന്നിട്ടും അങ്ങും ഇങ്ങും എവിടെയെല്ലാം ഇൽമുണ്ട്, എവിടെയെല്ലാം ഉലമാക്കളുണ്ട്, എവിടെയെല്ലാം അവർ പഠിക്കാത്ത, അവരുടെ ഇൽമിൽപ്പെടാത്ത, അവരുടെ അറിവിൽപ്പെടാത്തതായ ഹദീസുകളുണ്ട്, അത് ശേഖരിക്കാൻ വേണ്ടി മനക്കടലും അതിനുവേണ്ടി യാത്ര പോകലും ഉണ്ടായിരുന്നു എന്നതാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു. എന്റെ കൂടെ ഒരു
50 ദീനാർ ഉണ്ടെങ്കിൽ ഞാൻ ആ 50 ദീനാറിലൂടെ ജരീർ ഇബ്നു അബ്ദുൽ ഹമീദിന്റെ വീട്ടിലേക്ക് പോയിരുന്നേനെ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു മഹാ ഷെയ്ഖാണ്, ഒരു മഹാ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ദൂരമാണ്. പക്ഷേ കാശില്ല. ആരുടെ കൂടെ? അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ. എന്റെ കൂടെ കാശുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നേനെന്ന് പറയാറുണ്ടായിരുന്നു. എന്തിന് അധികം പറയുന്നു, നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെറിയ സഹാബാക്കളിൽ ഒരു സഹാബിയായ ജാബിർ ബിൻ അബ്ദുള്ളയുടെ ഹിസ്റ്ററി ഞാൻ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി മരിക്കുന്നത് വരെ മദീനയിൽ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് ധാരാളം ഹദീസുകൾ ശേഖരിക്കാൻ പരിശ്രമിച്ചിട്ടും അതിനുള്ള തൗഫീഖ് ലഭിച്ചിട്ടും അവരുടെ ഇൽമിൽ പെടാത്തതായ ഒരു ഹദീസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിന്റെ കയ്യിലുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു മാസം ദൂരം യാത്ര ചെയ്താലേ അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്നത് കൂട്ടാക്കാതെ ഒരു മാസം ദൂരം യാത്ര ചെയ്തു മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. ആരെ കാണാനാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിനെ കാണാനാണ്. എന്തിനാണ്? ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ്. ഒരു ഹദീസാണ് ഈ പറയുന്നത്, കൂടുതലല്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് ഹദീസുകൾ, സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകൾ, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ, അതിനു പുറമെ അള്ളാഹുവിന്റെ കലാമ്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മിൽ നിന്നിട്ട് ഇപ്പോഴും ഭൂരിപക്ഷം പഠിക്കാൻ തുനിയാറില്ല, ശേഖരിക്കാൻ തുനിയാറില്ല, അതിന് മെനക്കെടാറില്ല, അതിന് ബുദ്ധിമുട്ടാറില്ല, അതിനുവേണ്ടി അന്വേഷിക്കാറില്ല. സൗകര്യങ്ങൾ കൂടുതലുള്ള യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താറില്ല. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടപ്പറപ്പായിട്ട് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിന്ന് പോരാടി ജീവിച്ചതായ മഹാവ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവരുടെ ആ റസൂലിന്റെ ആതിഥേയനാണ് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള അബൂ അയ്യൂബുൽ അൻസാരി ആ റസൂലുള്ളാഹിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറെ കാലം ജീവിച്ച കാലഘട്ടത്തിൽ താബിഈങ്ങളിൽ നിന്നിട്ട് ഉഖബത്ത് ഇബ്നു നാഫി എന്നതായ ഒരു താബിഈന്റെ അടുക്കൽ ഒരു ഹദീസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. നമ്മുടെ കയ്യിലില്ലാത്തതാണ്. അത് സഹാബാക്കളിൽ നിന്നിട്ട് ഉയർന്ന വേറെ സഹാബാക്കളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചതാണ് എന്ന വിവരം കിട്ടിയപ്പോൾ, പക്ഷെ അദ്ദേഹം സ്ഥലത്തില്ല, മദീനത്തില്ല, മിസ്രിലാണ് എന്നാണ് വിവരം ലഭിച്ചത്. മിസ്രിലേക്ക് യാത്ര പുറപ്പെട്ടു. അവരുടെ കൂടെയുള്ളതായ കുതിരയോ വാഹനമോ ആ വാഹനത്തിൽ അവിടെ കെട്ടിയിട്ട് മഹാനായ ഉഖബത്ത് ഇബ്നു നാഫിഇനോട് റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് ഹദീസ് ചോദിച്ചു. ഉടനെ തന്നെ ആ വാഹനത്തിന്റെ മീതെ കയറിയിട്ട് മടങ്ങി വരികയും ചെയ്തു. വേറൊരു ആവശ്യവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ പട്ടണത്തിൽ പോവുകയോ സാധനം വാങ്ങുകയോ മറ്റാരെയും കാണുകയോ ചെയ്തിരുന്നില്ല. ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉലൂഉൽ ഹിമ്മത്താണ് നാം കണ്ടത്. ആ ഉയർന്ന സ്റ്റാൻഡേർഡ്. ഇത് നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിന്നിട്ട് പലതും ഇന്ന് മദീന ഇമാം പറഞ്ഞ ഇനത്തിൽപ്പെട്ടതല്ലെങ്കിലും ആ തലക്കെട്ടിന്റെ താഴെ പറയാൻ പറ്റുന്ന ഒരു വിഷയത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വഴിയിൽ അവർ ധാരാളം ചെലവഴിക്കാറുണ്ടായിരുന്നു. എൽമിന് വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി ചെലവഴിക്കാറുണ്ടായിരുന്നു. മഹാനായ യഹ്യ ഇബ്നു മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി എൽമിന്റെ ബഹറായി ജീവിച്ച മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലനായിരുന്നു. അങ്ങനെയുള്ള യഹ്യ ഇബ്നു മഈൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് സമ്പത്ത് അദ്ദേഹത്തിന് ഒഴിവാക്കി പോയതാണ്. കുട്ടിക്ക് വേണ്ടി ഒഴിവാക്കി, അഥവാ അനന്തരാവകാശമായി കിട്ടി. ആ അനന്തരാവകാശമായി കിട്ടിയതായ സർവ്വ സമ്പത്തും മഹാനായ യഹ്യ ഇബ്നു മഈൻ എൽമിന്റെ പേരിൽ എൽമ സമ്പാദിക്കാൻ വേണ്ടി, എൽമ ശേഖരിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിന് ചെരുപ്പ് വാങ്ങാൻ വരെ കാശുണ്ടായിരുന്നല്ല അവസാനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ സ്വന്തം എങ്ങനെ ജീവിക്കും, സ്വന്തം എന്ത് ധരിക്കും എന്നത് ശ്രദ്ധിക്കാതെ വരെ അവര് എൽമ ശേഖരിക്കാൻ വേണ്ടി അവരുടെ ഉലൂഉൽ ഹിമ്മ പ്രവർത്തിച്ചു എന്നതാണ് നാം കാണുന്നത്. അതുപോലെ രാത്രി ഹയാത്താക്കുന്ന കാര്യത്തിൽ അവരൊന്നും പിന്നിലായിരുന്നില്ല. ആ രാത്രി ഹയാത്താക്കുമ്പോൾ എല്ലു പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി ഹയാത്താക്കുക എന്നത് അവരുടെ ചിഹ്നമായി മാറിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ നാം മുമ്പേ പറയേണ്ട കാര്യമാണ് എങ്കിലും ഇപ്പോൾ ദഅവത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിൽ വന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉലൂഉൽ ഹിമ്മ കണ്ടതാണ് നാം. റസൂലുള്ളാഹി ദഅവത്ത് നടത്താൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറുകൊണ്ടാലും അടികൊണ്ടാലും ഇടികൊണ്ടാലും ശകാരിക്കപ്പെട്ടാലും ചീത്ത പറഞ്ഞാലും നിലം പതിപ്പിക്കപ്പെട്ടാലും എന്ത് കാട്ടിയാലും ആ പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു. എത്രത്തോളം അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിൽ ആക്ഷേപിച്ചു. ഫലഅല്ലക വാഖിഉൻ, നിങ്ങളുടെ നഫ്സിനെ ഹലാക്കിലേക്ക് ഇടാൻ പോവുകയാണോ മുഹമ്മദേ?
അവരുടെ ബാക്കിൽ അവർ നന്നാവട്ടെ, അവർ ഹിദായത്തിലാവട്ടെ, അവർ സത്യത്തിലേക്ക് വരട്ടെ എന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട് നിങ്ങളെ കൂട്ടാക്കാതെ അങ്ങനെ ചെയ്യുകയാണോ ദൂതരെ എന്ന് അള്ളാഹു ആക്ഷേപിക്കാൻ മാത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തിയും കൊണ്ടാണ് ഉലൂൽ ഹിമ്മ അവരിൽ പ്രവർത്തിച്ച് നാം കണ്ടത്. അതിൽ നാം മാതൃക കൈകൊള്ളണം. എന്നിട്ടാണ് നാം റസൂലിന് വേണ്ടി വാദിക്കേണ്ടത്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മറുപടി പറയാൻ നിൽക്കേണ്ടത്. എന്നല്ലാതെ റസൂലുള്ളാഹിനോടുള്ള ഒരു ബന്ധവുമില്ലാതെ ആ സ്നേഹം മാത്രം കൊട്ടിഘോഷിച്ചിട്ട് സ്നേഹം മാത്രം പറഞ്ഞു നടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാറുകാട്ടി ജീവിക്കുന്നവർക്ക് എന്ത് അവകാശമാണ്, എന്ത് അധികാരമാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി വാദിക്കാനുള്ളത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ മഹദിയായ പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ പുരുഷന്മാരും സഹാബാക്കളും താബിഈങ്ങളും ഇമാമിങ്ങളൊക്കെ പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയാറില്ലല്ലോ എന്ന് ഒരുപക്ഷെ ആക്ഷേപിച്ചേക്കാം. മഹദിയായ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ അവർക്ക് ദാത്തുൻ നിതാഖൈനി എന്ന് പേര് വെക്കപ്പെട്ടു. ഉലൂൽ ഹിമ്മയുടെ കാരണത്താലാണ്. അവർ റസൂലുള്ളാഹി ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ ബേക്കിൽ വന്നുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു. രാത്രിയും പകലും ഉറക്കവും പ്രയാസവും അനുഭവപ്പെട്ടിട്ട് റസൂലുള്ളാഹിയുടെ റാഹത്തിന് വേണ്ടി, റസൂലുള്ളാഹി പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി മനക്കട്ടത്തിന്റെ പേരിൽ അവർക്ക് ലഭിച്ചതായ ആ സ്റ്റാൻഡേർഡാണ് ദാത്തുൻ നിതാഖൈനി എന്ന പേര് ലഭിക്കപ്പെട്ടത്. അങ്ങനെയുള്ളതായ ആ മഹദി ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 90-ൽ പരം 100ഓളം വയസ്സ് ജീവിച്ച മഹദിയാണ് മഹദിയായ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവരിവിടെ സമ്പാദിച്ച് ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ചതായ സമ്മാനം എന്തായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഉർവത്ത് ഇബ്നു സുബൈർ, മുൻദിർ ഇബ്നു സുബൈർ പോലത്തതായ നേതാക്കളെ വാർത്തെടുത്തിട്ടാണ് ലോകത്തോട് വിട വാങ്ങിയത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അവരുടെ പാർലമെന്റിലേക്ക്, അവരുടെ മജ്ലിസിലേക്ക് മഹാനായ ഇബ്നു അബ്ബാസിനെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. കുട്ടിയായ ഇബ്നു അബ്ബാസിനെ ബദരീങ്ങളിൽപ്പെട്ടവരായ മഹാത്മാക്കൾ ഇരിക്കുന്നതായ സദസ്സിലേക്ക് കയറ്റുമെന്നാണ്. എന്തേ? മഹാനായ ഇബ്നു അബ്ബാസിന് ഉലൂൽ ഹിബ്ബത്തുണ്ട് എന്ന് അവർക്കറിയാം. ചെറുപ്പക്കാരനാണെങ്കിലും അവർക്ക് ഇൽമിൽ പ്രാധാന്യമുണ്ട്, അവർക്ക് പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ചിലരെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസിനെ പരിശോധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ആർക്കും മറുപടി പറയാത്തത് ഇബ്നു അബ്ബാസ് മറുപടി പറയും. അപ്പോൾ അവരാരും മിണ്ടൂല, എല്ലാവർക്കും മറുപടി കിട്ടി. അതെ, ഇബ്നു അബ്ബാസിനെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെ, അങ്ങനെയുള്ളതായ പല പല ചരിത്രങ്ങൾ, പല പല നമ്മുടെ മുമ്പന്മാരുടെ സുന്ദരമായ കഥകൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉലൂൽ ഹിമ്മത്ത് പറയുമ്പോൾ പറയാനുണ്ട്. നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ന് മദീന ഇമാം ഉണർത്തിയത് കുട്ടികൾ പഠിക്കാനും അതിന്റെ പരീക്ഷ നടത്താനും പോകുന്ന സന്ദർഭമായതുകൊണ്ട് പരീക്ഷയിലൊക്കെ ഉയർന്ന സ്റ്റാൻഡേർഡ് ലഭിക്കുവാനും ഈ നാട് ലോകം ബഹുമാനിക്കുന്ന, അള്ളാഹു ബഹുമാനിച്ച നാടാണ് മക്ക മദീന ഉൾക്കൊള്ളുന്നതായ ഈ നാട്. ഈ നാട്ടിൽ പഠിക്കുന്നതായ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ നാട്ടിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പഠിച്ച് ഈ നാട്ടിനെ ജനങ്ങളുടെ മുമ്പിൽ പൊക്കി കാട്ടുവാനും ഈ നാട്ടിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പഠിക്കുവാനും നിങ്ങൾ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തുവാനും ഉലൂൽ ഹിമ്മത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാമ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമാപനം കുറിച്ചത്. അതേപോലെ ഞാനും പറയുന്നു, നാം നമ്മുടെ മക്കളെ, നമ്മുടെ സന്താനങ്ങളെ നാം അവർക്കെല്ലാം എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും മതപരമായ വിജ്ഞാനം, ഖുർആൻ അതിന്റെ വിശദാംശം, സുന്നത്ത് അതിന്റെ വിശദാംശം പഠിപ്പിക്കുന്നതിൽ നാം പിന്നിലാവരുത്. നാം അവസാനം നമ്മുടെ ശത്രുക്കളായി മാറിപ്പോകുന്നതാണ് നമ്മുടെ ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയതായ കുട്ടികൾ. നാം അവർക്ക് ചെയ്യേണ്ട രൂപത്തിൽ, പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഞാനും ഉണർത്തുകയാണ്. കാരണം പലരും കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പിന്നിലാണ്, കുട്ടികൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ മുന്നിലാണ്. പക്ഷേ അവർക്ക് ഇസ്ലാമിക ശിക്ഷണ നൽകുന്ന കാര്യത്തിൽ വളരെ വളരെ പിന്നിലാണ്. അത് കാരണത്താൽ കുട്ടികൾ വലുതാകുമ്പോൾ വാപ്പയുടെ ശത്രുവായി മാറുന്നു. കുട്ടികൾ വലുതാകുമ്പോൾ വാപ്പയുടെയും ഉമ്മയും ശത്രുക്കളായി മാറുന്നു, കുടുംബത്തിനെയും ശത്രുക്കളായി മാറുന്നു. അങ്ങനെയുള്ള ദയനീയ കാഴ്ചയാണ് പലയിടങ്ങളിലും നാം കാണാറുള്ളത്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നാം നമ്മുടെ കുട്ടികളെ നാം വളർത്തേണ്ടതുപോലെ വളർത്താൻ വേണ്ടി പാടുപെടേണ്ടതും ചെറുപ്പത്തിലേ അള്ളാഹുവിനോടുള്ളതായ സ്നേഹം, അള്ളാഹുവിന്റെ മതത്തിലുള്ളതായ ആ കടുകട്ടിയുള്ളതായ അവരുടെ ആ പരിശ്രമം, അതിനോടുള്ളതായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, വാസിഉദ്ദീനി അഥവാ ദീനി ആവേശം, ഉന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പരിശ്രമിക്കണം. അപ്രകാരം അവരുടെയും നമ്മുടെയും ലോക മുസ്ലിങ്ങളുടെയും നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ മഹബ്ബത്ത്, അവരോടുള്ള പിന്തുടർച്ച കൈക്കൊള്ളലിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അവരുടെ സീറ പഠിക്കലിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന തത്വത്തിലേക്ക് കുട്ടികളെയും എത്തിക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ മെസ്സേജ് അവർക്ക് പഠിപ്പിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി പാടുപെടണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നാം പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ
നിറവേറ്റി കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ, അവരിൽ നിന്നിട്ട് രോഗത്തെ മാറ്റട്ടെ, അവരിൽ നിന്നിട്ട് നമ്മളോട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടി അള്ളാഹുവേ ആ മരണപ്പെട്ടവരിൽ നിന്നിട്ട് ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ, അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. അപ്രകാരം വിശുദ്ധ ഹജ്ജിന് വേണ്ടി കൊല്ലം വരുന്ന ഇവിടുന്ന് പോകുന്നവരാവട്ടെ, ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ട് വരുന്നവരാവട്ടെ, അവർക്കെല്ലാം സ്വീകാര്യോഗ്യമായ ഹജ്ജ്, ഉംറ, അതുപോലെ സിയാറത്ത് എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സാമീപ്യം നേടാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ നാഥ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.